എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുകയാണ്. അവൻ ബോധമില്ലാതെ എവിടെയോ വീണ് കിടക്കാണ്. അവന് ചുറ്റും ഓറോച്ചിമാറുവിന്റെ പാമ്പ് അതങ്ങനെ വട്ടം കൂടി നിൽക്കും. കുട്ടപ്പന്റെ തൊട്ടടുത്തായി ആ നൈൻ ടൈല്, അതിന്റെ അടുത്തേക്കും ഇപ്പൊ ഓറോച്ചിമാറുവിന്റെ പാമ്പുകള് അതങ്ങനെ വന്ന് ചുറ്റി വലിയാൻ തുടങ്ങും. ഓൾറെഡി നൈൻ ടൈല് അത് ഫുൾ കലിപ്പിലാണ്. ഇപ്പൊ ആ പാമ്പുകളെ കൂടെ കാണുമ്പോ അത് പലറാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ മീന അവള് ഞെട്ടി എഴുന്നേക്കും. ആക്ച്വലി ഇത് നമ്മുടെ മീന കണ്ട ഒരു സ്വപ്നമാണ്. അവൾ പേടിച്ച് നിലവിളിച്ച് ഇപ്പൊ സെൻസാരുടെ അടുത്തേക്ക് ഓടിയെത്തും. അവളെ കണ്ട് സെൻസായും ചുന്ദരി പെണ്ണും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ അവനൊരു സ്നേക്കിനെ ഉപയോഗിച്ച് ഒരു ഗാർഡിനെ വില്ലേജിൽ വെച്ച് വിഴുങ്ങിയിരുന്നു. അവനിപ്പോ ആ ഗാർഡിനെ അതിനെ പുറത്തെടുത്ത് റിയാനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ നല്ല ഫീവറാണ്. അപ്പൊ സാക്കുറ ഇപ്പൊ കുട്ടപ്പന് ആവശ്യമായിട്ടുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങും. എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണുമ്പോ ഇപ്പൊ സാക്കുറ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടപ്പന് ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവൻ ഓക്കെ ആവും. അപ്പോഴായിരിക്കും ലിയോയും അവന്റെ ഫ്രണ്ട്സും അവരിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അവര് കുട്ടപ്പനോട് പറയും, നീയല്ലേ ലീഫ് വില്ലേജിന്റെ നായകൻ, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് ട്രെയിനിങ് തായോ. അപ്പൊ കുട്ടപ്പന്റെ അവസ്ഥ കണ്ട് ഇപ്പൊ സാക്കുറ പറയും, ഇവനിപ്പോ ലീഫ് വില്ലേജിലെ നമ്പർ 1 ഹീറോ ഒന്നും അല്ല, കണ്ടില്ലേ, ചെറിയൊരു പനി വന്നപ്പോഴേക്കും അവൻ തളർന്നുപോയി. അത് കുട്ടപ്പന് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല. അവൻ പറയും, ഞാൻ 2 തവണ ഇപ്പൊ റെഡിയാണ്, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് വായോ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് ഞാൻ തരാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ പുറത്ത് കുട്ടികളുടെ മുൻപിൽ നിൽക്കുകയാണ്. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണിനും ട്രെയിനിങ് എടുക്കാൻ ആവേശാവും. കുട്ടപ്പൻ പറയും, നമ്മുടെ ഫസ്റ്റ് ട്രെയിനിങ് ആ ലേക്കിൽ വെച്ചാണ്, സോ എല്ലാവരും ആ ലേക്കിലേക്ക് പോണെന്ന് പറഞ്ഞ് അവരിപ്പോ ലേക്കിലേക്ക് പോവും. കട്ട് ചെയ്താ ഹെയ്ഡനും ദേദ്രയും അവർ രണ്ടുപേരും ചേർന്ന് ഹാച്ചോ ടൗണിലുള്ള സെക്യൂരിറ്റീസിനെ ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ കൊന്നു തള്ളിയിരിക്കുകയാണ്. ഹീഡനും ദേദ്രയും അവരൊന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാണ്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ ഇപ്പോ ടയേർഡായി വീണ് കിടക്കാണ്. പക്ഷെ ആ കുട്ടികൾക്കും ചുന്ദരി പെണ്ണിനും അവർക്കാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവരിപ്പോ ഹായ് ആയിട്ട് ഓടിക്കളിക്കാണ്. സാക്കുറ കുട്ടപ്പനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും, എന്നെ കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല, ഞാൻ ഫുൾ ടയേർഡാണ്, എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് മീന അവളിതെല്ലാം കണ്ട് ഇപ്പൊ ഒരു ഇമാജിനേഷനിലേക്ക് പോവും. അവളുടെ ഇമാജിനേഷനില് അവൾക്ക് ചുറ്റും വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുകയാണ്. അപ്പൊ ആരോ അവളെ സേവ് ചെയ്യും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. അവനിപ്പോ അവന്റെ 9 ടൈൽ ഫോമില് അവളെ താങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് ഞെട്ടി ഇപ്പൊ മീന അവള് കണ്ണു തുറക്കും. അപ്പൊ കുട്ടപ്പൻ അവനിപ്പോ പ്രസന്റില് ഓക്കെ ആയി ആ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ദേദ്രയും ഹിഡനും അവരിപ്പോ തർക്കമൊക്കെ കഴിഞ്ഞ് പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ചാടി വന്ന് പരസ്പരം ഫൈറ്റ് ചെയ്യും. അപ്പൊ അവിടേക്ക് വുഡ് സ്റ്റൈല് ആളവിടേക്ക് ചാടി വീഴും. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പനും കുട്ടികളും പാരന്റ്സും എല്ലാവരും ചേർന്ന് ആ ലേക്കിന്റെ സൈഡില് കളിക്കുകയാണ്. അത് കാണുമ്പോ ഇപ്പൊ ലിയോയ്ക്കും ഫ്രണ്ട്സിനും ഒരുപാട് വിഷമാവും. അവർക്കിപ്പോ അച്ഛനും അമ്മയും ഇല്ല. അതോർത്ത് അവരിപ്പോ കരയാണ്. അപ്പൊ കുട്ടപ്പൻ പറയും, ആര് പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന്? നിങ്ങളുടെ അച്ഛനും അമ്മയാണ് ഡോക്കു സെൻസായും ആ ചുന്ദരിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആ വില്ലന്മാരെ കാണിക്കും. യാമട്ടോ സെൻസായും ഹീഡനും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ടീമായി ദേദ്രയ്ക്ക് നേരെ തിരിയും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ പിള്ളേര് സെറ്റ് അവരിപ്പോ ഡോക്കു സെൻസായുടെയും ചുന്ദരി പെണ്ണിന്റെയും കൈകളിലൊക്കെ മാറി മാറി പിടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി പോലെ അങ്ങനെ നടന്നു മുൻപോട്ട് പോവാണ്. സാക്കുറയ്ക്ക് അത് കാണുമ്പോ ഇപ്പൊ ഒരുപാട് സന്തോഷാവും. അപ്പോഴായിരിക്കും അവൾ വീണ്ടും ഇപ്പൊ കുട്ടപ്പനെ ശ്രദ്ധിക്കുക. അവൻ കിതച്ച് നടക്കാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിലായിരിക്കും മുൻപോട്ട് വരിക. സാക്കുറ കുട്ടപ്പനോട് ചോദിക്കും, കുട്ടപ്പ എന്തു പറ്റി, എന്താ ഉണ്ടായേ, നീ ഇനിയെങ്കിലും നടന്ന കാര്യം എന്നോട് തുറന്നു പറ. കുട്ടപ്പൻ പറയും, എന്താ സംഭവിക്കണേന്ന് എനിക്കറിയില്ല. അപ്പം മീന അവളിപ്പോ കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ പാമ്പുകളെ കാണും. അവൾ ഓടി വന്ന് അവന്റെ ബോഡിയിൽ ഇപ്പൊ കൈകൊണ്ട് തട്ടാൻ തുടങ്ങും. പുറത്തേക്ക് പോ, മര്യാദയ്ക്ക് പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് അവൾ ആ പാമ്പുകളെ ആയിരിക്കും തട്ടിക്കളയാൻ ശ്രമിക്കുക. പക്ഷെ ചുറ്റുമുള്ളവർ കരുതും അവൾ കുട്ടപ്പനെയാണ്
അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ മീനയാണെങ്കില് അവള് വീണ്ടും വീണ്ടും ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലെ പാമ്പിനെ തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. ചുന്ദരി അവളെ പിടിച്ചു വലിക്കും. നിനക്കെന്തു പറ്റി? നീ എന്താ ചെയ്യണേ? കുട്ടപ്പനെ എന്തിനാ നീ പുറത്തേക്ക് തള്ളിവിടുന്നേ? പക്ഷെ മീന അവളതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ വീണ്ടും വീണ്ടും കുട്ടപ്പനെ പുറത്തേക്ക് തള്ളും. ചുന്ദരിക്ക് കരി കയറി. ഇപ്പൊ മീനെ പിടിച്ചു വലിച്ച് അവളുടെ മുഖത്ത് ഒരൊറ്റ അടി. ആ ഒരു അടി കണ്ട് ഇപ്പൊ എല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. മീന അവളങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. എന്നിട്ട് പതിയെ അവൾ കരയാൻ തുടങ്ങും. ചുന്ദരിക്കാണെങ്കിൽ ഇപ്പൊ നല്ല കുറ്റബോധം തോന്നും. കാരണം ചെറിയൊരു കുട്ടിയാണ് അവള് കൈവീശി മുഖത്തടിച്ചത്. മീന അവളിപ്പോ കരഞ്ഞോണ്ട് റൂമിലേക്ക് ഓടും. തൊട്ടു പിന്നാലെ സെൻസായി ആളവളുടെ പിന്നാലെ പോയി ഇപ്പൊ അവളെ ആശ്വസിപ്പിച്ച് അങ്ങനെ മടിയിൽ കിടത്തും. മീന കരച്ചിൽ നിർത്താതെ ഇപ്പൊ കരഞ്ഞു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ. അവനാണെങ്കില് എന്താ നടക്കണേന്ന് മനസ്സിലാവില്ല. അപ്പൊ സാക്കുറ ചോദിക്കും, ശരിക്കും ഇവിടെ എന്താ നടക്കണേ? എന്തിനാണ് ആ പെൺകുട്ടി അവള് നിന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നേ? കുട്ടപ്പൻ പറയും, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. സാക്കുറ ചോദിക്കും, നിനക്കും ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറ, എന്താ ഉണ്ടായേ? നീ ഇപ്പൊ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നീ കുഴഞ്ഞു വീഴുന്നുണ്ട്. നീ തീരെ വയ്യാതെ കുഴഞ്ഞു വീഴാണ്. പഴയതുപോലെ സ്മാർട്ട് അല്ല. ഉഷാറായിട്ട് ഒരു കാര്യം പോലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കുട്ടപ്പൻ അവൻ തല കുനിച്ച് അങ്ങനെ നിൽക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് കബൂട്ടോ അവനിവര് പറയുന്നത് കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ആ ഗ്രാമത്തിന്റെ നേതാവ് ആളിപ്പോ ലിയോയുടെയും മീനയുടെയും ഗ്രാൻഡ് പേയും ആയിട്ട് അവിടേക്ക് എത്തും. ഗ്രാൻഡ് പേ കാണുമ്പോ തന്നെ ഇപ്പൊ ലിയോയും മീനയും അവരോടി വന്ന് ഗ്രാൻഡ് പേ കെട്ടിപ്പിടിച്ചു നിൽക്കും. ഡോക്കു സെൻസായിക്ക് ഇപ്പൊ ഗ്രാൻഡ് പേ കാണുമ്പോ ഒരുപാട് സന്തോഷാവും. ഡോക്കു പറയും, ഭാഗ്യം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന് അപ്പൂപ്പൻ പറയും, അതെ, എന്റെ ജീവന് ഒന്നും പറ്റിയില്ല. പക്ഷെ എന്താ, ആ യുദ്ധത്തില് എന്റെ കണ്ണുകൾ രണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു. ഗ്രാൻഡ് പേ ചോദിക്കും, ഞാൻ നിന്റെ കയ്യില് വില്ലേജിലുള്ള ഹിഡൻ ട്രഷറിന്റെ 2 പാർട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായില്ലേ? അതിൽ 5 എണ്ണം ആ വില്ലന്മാര് കൊണ്ടുപോയി. ബാക്കി കിട്ടിയ 2 എണ്ണം അതാണ് ഞാൻ നിന്റെ കയ്യില് സേഫായിട്ട് ഏൽപ്പിച്ചത്. അതിപ്പോ നീ എനിക്ക് തിരികെ തരണം. ഇനി അത് ഈ ഗ്രാമത്തിന്റെ നേതാവ് അദ്ദേഹം അത് സേഫായിട്ട് സൂക്ഷിക്കും. അപ്പൊ ഹീന അവളിപ്പോ കറക്റ്റ് ആയിട്ട് ഗ്രാൻഡ് പേ ഒന്ന് ശ്രദ്ധിക്കും. ഗ്രാൻഡ് പേയുടെ രൂപം കണ്ട് അവൾ ഷോക്കാവും. ഒരു സ്കെൽട്ടൻ പോലെ ആയിരിക്കും അവൾക്കിപ്പോ ഗ്രാൻഡ് പേ കാണാൻ കഴിയുക. അവളിപ്പോ ലിയോയെ അവനെ പിടിച്ചു വലിക്കും. അവൾ നിലവിളിച്ച് പറയും, ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് പേ അല്ല. ഗ്രാൻഡ് പേ കാണാൻ ഇപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും അവര് ദൂരത്തായിട്ട് കബൂട്ടോയെ കാണുക. കബൂട്ടോയെ കണ്ടതും അവന് മനസ്സിലാവും പണി പാടിയെന്ന്. മാത്രമല്ല മീന അവൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. കബൂട്ടോ ഉടനെ റീആനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് പേരെ അവിടേക്ക് കൊണ്ടുവരും. കുട്ടപ്പൻ ഉടനെ അവന്റെ ഷാഡോ ക്ലൗൺ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്ത് റീആനിമേഷൻ ബോഡി ആയിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. അതേസമയം സാക്കുറ അവൾ ഡയറക്റ്റ് ഇപ്പൊ കബൂട്ടോയായിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. കബൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഗ്യാപ്പിൽ കബൂട്ടോ അവൻ ഗ്രാൻഡ് പേയുടെ ബോഡി അതിപ്പോ റിട്ടേൺ കൊണ്ടുവന്ന് കഫിൻ ബോക്സിൽ ലോക്ക് ചെയ്യും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ ഒരുപാട് വേദനയില് താഴേക്ക് വീഴാൻ തുടങ്ങും. അവന്റെ ഉള്ളിലുള്ള സ്നേക്കുകള് അതെല്ലാം ചേർന്ന് അവനെ വലിഞ്ഞു മുറുകയാണ്. ആ പാമ്പുകളെ കണ്ട് ഇപ്പൊ മീന അവൾ ഓടി വന്ന് അവന്റെ മുതുകിൽ തട്ടാൻ തുടങ്ങും. അവൾ അവളുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഇപ്പൊ നിലവിളിച്ച് പറയും, എന്റെ നറൂട്ടോയുടെ ബോഡിയിൽ നിന്ന് ഈ പുറത്തേക്ക് പോന്ന് പറഞ്ഞ് അവന്റെ മുതുകില് ഒരൊറ്റ അടി. ആ ഒരു അടിയില് നറൂട്ടോ കുട്ടപ്പൻ അവൻ എന്തൊക്കെയോ ചിലത് ഇപ്പൊ പുറത്തേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങും. നറൂട്ടോയുടെ വായിൽ നിന്ന് ഇപ്പൊ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാമ്പുകള് പുറത്തേക്ക് വരും. എന്നിട്ട് അത് ഉടനെ ഇപ്പൊ 9 ടൈൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയി ആ 9 ടൈലിലേതുപോലെ ആയി മാറും. അത് കണ്ട കബൂട്ടോ അവൻ അതിനെ സീൽ ചെയ്ത് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. 9 ടൈൽ അലറിക്കാറി ഇപ്പൊ സാക്കുറയെയും കുട്ടപ്പനെയും അവരെ രണ്ടുപേരെയും ഇടിച്ച് തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.